കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനുമെല്ലാം ഒരുപോലെ ആശങ്കയാണ് കോവിഡ് JN.1 വേരിയന്റിന്റെ വ്യാപനം. കേരളമാണ് കൂടുതൽ ജാഗ്രത വേണ്ട സംസ്ഥാനമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. കർണാടക മുതിർന്ന പൗരന്മാർക്കും വിവിധ രോഗങ്ങൾ ഉള്ളവർക്കും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. പുതുവത്സരാഘോഷങ്ങൾ നടക്കാനിരിക്കെ മുൻകരുതലുകൾ കടുപ്പിക്കാനാണ് സാധ്യത. കോവിഡ് വീണ്ടും വരുന്നു എന്ന വാർത്ത ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. JN.1 വേരിയന്റ് അപകടകാരി അല്ലെങ്കിലും ആയിരക്കണക്കിന് ആളുകളെ ഒറ്റയടിക്ക് കോവിഡ് കിടക്കയിൽ കിടത്താൻ പ്രാപ്തമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നതിന്റെ സൂചനകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണിത്. കേരളത്തിൽ JN.1 വേരിയന്റ് മൂലമുള്ള കേസുകളുടെ എണ്ണം കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക 60 വയസ്സിന് മുകളിലുള്ളവർ വീടിന് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് നിർബന്ധമാക്കി. കേരളമാണ് ഇക്കുറിയും കോവിഡ് കാര്യത്തിൽ കൂടുതൽ ആശങ്കയുള്ള സംസ്ഥാനമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിനു പുറമെ മഹാരാഷ്ട്ര, തെലങ്കാന, പുതുച്ചേരി, ഡൽഹി, ഗുജറാത്ത്, ഗോവ, പഞ്ചാബ് സംസ്ഥാനങ്ങളാണ് JN.1 വേരിയന്റ് ഭീതിയിലുള്ളത്. കോവിഡ് ഇതേവിധം പെരുകുന്ന സാഹചര്യം കണക്കിലെടുത്ത് പ്രതിരോധ സംവിധാനങ്ങളും ചികിത്സാ സൗകര്യങ്ങളും വിലയിരുത്താൻ മോക്ക് ഡ്രിൽ നടത്താൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധം സംബന്ധിച്ച് കൃത്യമായ ബോധവൽക്കരണം ആരംഭിക്കാനും നിർദ്ദേശിച്ചു. എന്തായാലും അപകടകാരിയല്ലാത്ത കോവിഡ് ആയതിനാൽ അധികം ആളുകളെ ആശുപത്രിയിലാക്കേണ്ട സാഹചര്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഹോം ഐസൊലേഷനിൽ കഴിയാനാണ് ആരോഗ്യ വിദഗ്ധരുടെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും ഉപദേശം. ഇതുവരെ ക്ലസ്റ്ററുകളൊന്നും രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സാമൂഹിക വ്യാപനം പോലുള്ള ആശങ്ക ഇപ്പോഴില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ജനങ്ങൾ കൃത്യമായ മുൻകരുതലുകൾ പാലിക്കുക മാത്രമാണ് പോംവഴി. കർണാടകയ്ക്ക് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ കർക്കശമാക്കുന്നുണ്ട്. കർണാടകയിൽ 60 വയസ്സ് കഴിഞ്ഞവരെ കൂടാതെ കിഡ്നി, ഹൃദയം, കരൾ രോഗങ്ങളുള്ളവരും കോവിഡ് ലക്ഷണങ്ങളായ തലവേദന, ജലദോഷം, തുമ്മൽ, ശ്വാസകോശത്തിൽ അണുബാധ എന്നിവയുള്ളവരും മാസ്ക് ധരിക്കണം. ഇപ്പോൾ പടരുന്ന JN.1 ആശങ്ക സൃഷ്ടിക്കുന്നതിന്റെ പ്രധാന കാരണം രാജ്യത്ത് ശൈത്യകാലം തുടങ്ങിയെന്നതാണ്. ശൈത്യകാലത്ത് വൈറസ് വ്യാപനം കൂടുതലാകും. കഴിഞ്ഞ കോവിഡ് കാലത്തും ഇത് സംഭവിച്ചതാണ്. ഇപ്പോൾ അമേരിക്കയിലും മറ്റും കോവിഡ് വ്യാപിക്കുന്നതിന് ഒരു കാരണമായി കരുതുന്നതും ശൈത്യകാലമായി എന്നത് തന്നെ. പാശ്ചാത്യ രാജ്യങ്ങളിൽ പുതുവത്സരാഘോഷം നടക്കാനിരിക്കുന്നു എന്നതും ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. പുതുവത്സരാഘോഷം കോവിഡ് പടരുന്നതിന് പ്രധാന കാരണമായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടനയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ തന്നെ ലോകത്ത് JN.1 വേരിയന്റ് പടർന്നു തുടങ്ങിയിരുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധർ കരുതുന്നത്. ഈ സമയത്ത് രാജ്യത്ത് നിരവധി പേർ ന്യൂമോണിയയും ശ്വാസകോശ രോഗങ്ങളുമായി ചികിത്സ തേടിയിട്ടുണ്ട്. കോവിഡ് പരിശോധന ഇപ്പോൾ പതിവില്ലാത്തതിനാൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതാകാമെന്നും അവരിൽ നിന്നാകാം ഇത്ര വേഗത്തിൽ JN.1 വേരിയന്റ് ബാധിച്ചവരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചതെന്നുമാണ് വിലയിരുത്തൽ. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ പോയതിനാൽ രോഗബാധിതരും ഇത് ഗൗരവത്തിലെടുത്തു കാണില്ല. എന്തായാലും മുൻപുണ്ടായതുപോലെ ഒരു കോവിഡ് വേവ് ഉണ്ടാകില്ലെന്നാണ് ഭൂരിഭാഗം ഡോക്ടർമാരും നിരീക്ഷിക്കുന്നത്. കൂടുതൽ പേരും കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ളതും രോഗതീവ്രത വർദ്ധിക്കാത്തതിന് വലിയൊരു പരിധിവരെ കാരണമാണ്. ഇപ്പോഴത്തെ കോവിഡ് വ്യാപനത്തിന് ഇടയിൽ ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന മറ്റ് വേരിയന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കാൻ വൈറോളജി ലാബുകൾക്കും ആശുപത്രികൾക്കും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.